ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസും ഇവർ 3 പേരും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതിരടി. അതിരടി എന്ന സിനിമയുടെ ടൈറ്റിൽ ടീസർ റിലീസായിട്ടുണ്ട്. അതാണ് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകാം. വിനീത് ശ്രീനിവാസൻ, ആരാത് ചെയ്തത്? ആ ചെക്കനാണോ? ആ ചെക്കനല്ലെങ്കിൽ പിന്നെ മറ്റേ ആളോ? അതോ അവര് ഒരുമിച്ചോ? രണ്ടുപേര് രണ്ട് ക്യാരക്ടറാണ്. അതായത് ഒരാളെ കുറച്ചൊരു അതാണ് കൊടുങ്കാറ്റ്. ഇപ്പോഴത്തെ അടിക്ക് വേറെന്തോ കാരണമല്ലേ? വില്ലനാണോ വിനീത് ശ്രീനിവാസൻ? ഓ, ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്. അടിയൊക്കെ കുറെ കണ്ടല്ലേ? അതിരടി. ഓ, ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ. ഓക്കെ, ഷൂട്ട് അതിരടി. ഓ, നല്ല അടിപൊളി സൂപ്പർ ഒരു ടൈറ്റിൽ ടീച്ചറാണ് കണ്ടത്. അതിരടി എന്ന സിനിമയുടെ ടൈറ്റിൽ ടീച്ചറാണ് ഇപ്പോൾ കണ്ടത്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അതുപോലെ വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ എനിക്ക് അങ്ങനെ പെട്ടെന്ന് എത്തും പൊട്ടിയും കിട്ടുന്നില്ല. ചിലപ്പോൾ വില്ലനാകാം, ചിലപ്പോൾ ഒരു നെഗറ്റീവ് റോളാകാൻ സാധ്യതയുണ്ട് കണ്ടിട്ട്. അതാണ് കണ്ടിട്ട് തോന്നിയത്. അതുപോലെ ബേസിലിൻ്റെ ക്യാരക്ടർ കുറച്ച് മോഡേൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ ടൊവിനോയുടെ ക്യാരക്ടറാണെങ്കിൽ കുറച്ച് നാടനായിട്ടുള്ള ഒരു ക്യാരക്ടർ. രണ്ടുപേരുടെയും ക്യാരക്ടർ കാണിക്കുമ്പോൾ ആ ഒരു പശ്ചാത്തലം കൂടി കാണിക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും രണ്ടുപേരുടെയും ക്യാരക്ടറിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. അതുപോലെ ഈ ഒരു സിനിമ 2026 റിലീസാകാൻ പോകുന്നത്. ഇതൊരു ടൈറ്റിൽ ടീസർ മാത്രമാണ്. ഇനി ടീസർ വരാനുണ്ട്, ട്രെയിലറും വരാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ബേസിൽ ജോസഫും അതുപോലെ ഡോക്ടർ ആനന്ദു എന്ന് പറഞ്ഞ ആളും കൂടി അവർ രണ്ടാളുടെയും പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ഈ ഒരു സിനിമ. എന്തായാലും ബേസിൽ ജോസഫ് നിർമ്മിക്കുന്ന ആ ഒരു സിനിമയാകുമ്പോൾ തന്നെ എന്തായാലും പ്രതീക്ഷ കുറച്ച് കൂടുതലുണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ടൊവിനോ ആൻഡ് ബേസിൽ കൂടാതെ വിനീത് ശ്രീനിവാസൻ ഈ പടത്തിൽ വരുമ്പോൾ എന്തായാലും പ്രതീക്ഷ കൂടുതൽ വകവെക്കാനുള്ള ഒരു ഐറ്റം തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാനും മറക്കരുത്.